എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് സീസൺ 2 നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലവർ ഹൗസ് സീസൺ 2 എന്ന് പേരിട്ടുകൊണ്ട് 5 വീടുകളിലെ ഗാർഡൻ വീഡിയോ ചെയ്യും എന്ന് ഞാൻ അറിയിച്ചിരുന്നു. അതിൽ 3 വീഡിയോകൾ ചെയ്തിരുന്നു. ഇത് നാലാമത്തെ വീഡിയോയാണ്. ഫ്ലവർ ഹൗസ് സീസൺ 2 എന്ന് പറയുന്ന സമയത്ത് പുതുതായിട്ട് വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഞാനൊന്ന് ചുരുക്കി പറയാം. ഞാനൊരു പ്ലാന്റ്സ് സെല്ലറാണ്. നിരവധി പേർക്ക് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ എൻ്റെ അടുത്തു നിന്നാണെങ്കിലും മറ്റ് ഗാർഡനിൽ നിന്നൊക്കെ നിങ്ങൾ പ്ലാന്റ്സുകൾ മേടിച്ചതിന് ശേഷം എത്രത്തോളം മനോഹരമാക്കി വെച്ചിട്ടുണ്ട്, എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സീസണിൽ 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പ്ലാന്റ്സുകളൊക്കെ പല ഐഡിയാസിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോട്ടിംഗ് മിശ്രിതമാണെങ്കിലും ഫെർട്ടിലൈസറും ഒക്കെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ ഇങ്ങനെ പോട്ടിംഗ് മിശ്രിതമാണെങ്കിലും ഫെർട്ടിലൈസറും ഒക്കെ എല്ലാവരും അത് കണ്ട് പഠിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ 5 വീഡിയോകൾ ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായിട്ട് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ആ ഗാർഡനെ നിങ്ങൾ കമൻറ്റിലൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഫസ്റ്റ് സീസണിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്ന അതിമനോഹരമായിട്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തോമസ് സാറിൻ്റെ ഗാർഡനെ ആയിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഫ്ലവർ ഹൗസ് 5 എന്ന ഗാർഡനെ. ആ ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ തോമസ് സാറിന് ഞാൻ അയച്ചു കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ സീസണിലും 5 അഡീനിയം പ്ലാന്റ്സുകളാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗാർഡനാണ് 5 അഡീനിയം പ്ലാന്റ്സുകൾ നൽകുന്നത്. അത് അടുത്ത വീഡിയോയിൽ, അതായത് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോൻ്റെ താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഏത് ഗാർഡനാണ് നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോയുടെ താഴെയാണ്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഇതിൻ്റേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ വിധി നിർണയം എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ നെക്സ്റ്റ് വീഡിയോയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സെക്കൻഡ് സീസണിൽ ചെയ്ത 3 വീഡിയോകളും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണാത്തവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലവർ ഹൗസ് സീസൺ 2 നാലാമത്തെ വീഡിയോയായ ഈ വീഡിയോയിലെ ഗാർഡനെ പരിചയപ്പെടുത്താം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചക്കാലക്കുത്ത് എന്ന സ്ഥലത്തുള്ള റജീന ഇത്തയുടെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ നിരവധി പേർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിരുന്നു. എന്നാൽ ഒരുപാട് പേരുടെ പ്ലാന്റ്സുകൾ ഇപ്പോൾ കാണാനില്ല. ഒരുപാട് പേരുടെ പ്ലാന്റ്സുകൾ കെയർ കുറവ് മൂലമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഒരു പ്ലാന്റ് പോലും നശിച്ചു പോവാതെ ആ പ്ലാന്റുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രൊപ്പഗേഷനിലൂടെ ഒരുപാട് പ്ലാന്റ്സുകളാക്കി മാറ്റിയിട്ടുള്ള ഒരു ഇത്തയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. റജീന ഇത്തയെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്ത സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ പറയൂ, പേരെന്ന് പറയൂ, അതുപോലെ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. റജീന, സ്ഥലം നിലമ്പൂർ, മലപ്പുറം ജില്ലയിൽ ചക്കാലക്കുത്ത്. മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. നിലമ്പൂർ ചക്കാലക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ. ഈ പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടോ? കുറേ കാലമായിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്താണ് കുറച്ച് കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ. നാടൻ പെറ്റൂണിയ, ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. സാധാ മണ്ണും മണലും പാടെ മിക്സ് ചെയ്തിട്ട് അതിൽ ഇത്ര പോകുന്ന കമ്പ് വെച്ചിട്ട് സ്പൈഡർ പെറ്റൂണിയ. അത് ഈ പെറ്റൂണിയ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഇവിടെ 2 വെറൈറ്റി ഉള്ളൂ. നിറച്ച് ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ന്യൂ വെറൈറ്റിയും ഇതും തമ്മിൽ എന്താ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നത്? ന്യൂ വെറൈറ്റി പെട്ടെന്ന് പോകുന്നുണ്ട്, ഇത് പോണില്ല. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നതിനനുസരിച്ച് കമ്പുകൾ മുളച്ച് അങ്ങനെ വരുന്നുണ്ട് അല്ലേ, നാശമായി പോണില്ല. ഇത്ത ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കാൻ കുറച്ച് മടി അറിയിക്കുകയായിരുന്നു. ഈ ഗാർഡനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിലവിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ്.